ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 5ാം ക്ലാസ്സിലെ ഹിന്ദിയാണ്. 5ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ യൂണിറ്റ് 2ലെ വിചിത്ര ജീവ് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. യൂണിറ്റ് 2 വിചിത്ര ജീവാണ്. സചിത്ര കഹാനിയുടെ ചിത്രകഥയാണ്. സുനീതയാണ് ഇത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ് കണ്ടതിന് ശേഷം ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ലൈക്ക് ചെയ്യുക, ദെൻ ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഈ ക്ലാസ്സിൽ നമ്മൾ ഈ ഫുൾ ആയിട്ടുള്ള ചിത്രകഥയും പറയും, അതുപോലെ തന്നെ ഇതിന്റെ സാരാംശം പറയും, ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ക്ലാസ് ആണിത്. നോക്കാം. ആദ്യം നമുക്കിതൊന്ന് വായിക്കാം. വിചിത്ര ജീവ് സുനീത. ഖുഷി ഓർ ബോൾ. ഇതാണ് ഖുഷി എന്ന് പറയുന്ന പെൺകുട്ടി, ഇത് അവളുടെ ബോൾ കേട്ടോ. നെക്സ്റ്റ്, വാ വാ കിത്തന മസ. അപ്പൊ ബോൾ എവിടെ വീണു? കുളത്തിൽ വീണു കേട്ടോ. അപ്പൊ ബോളിന്റെ ചുറ്റും ആരൊക്കെയാന്ന് കാണുന്നുണ്ടല്ലോ അല്ലെ? ആമണ്ട്, ഞണ്ടുണ്ട്, മീന്, തവള, കൊറ്റി എല്ലാരും ഉണ്ട്. ये तो गोल है. जोंच बोल में फंस गई. भागो दोस्तों भागो, एक विचित्र जीव. ये दाना कहाँ से? ये मुझे दो. कितना सुंदर बोल. ये फसल की रखवाली करेगा. अब खुशी गुश हो गई. അപ്പൊ നമുക്ക് ഇനി ആ ചിത്രകഥയിൽ പറഞ്ഞത് എന്താണെന്ന് നോക്കാം. കളിക്കുന്നതിനിടയിൽ വെള്ളത്തിൽ പോയ തന്റെ പന്ത് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞ് തിരികെ കിട്ടിയപ്പോൾ ഖുഷിക്കുണ്ടായ സന്തോഷമാണ് ഈ ചിത്രകഥ. ഇനി ചിത്രകഥയുടെ സാരാംശം നോക്കാം. ചിത്രകഥ का सारांश अचानक बोल. ഖുഷി अपने बोल से खेल रही थी. अचानक बोल तालाब में गिरा. जल के जीव ने उसके पास आए. एक बगुले के जोंच बोल में फंस गई. एक बंदर उस बोल को छीनने लगा. तब वह बोल एक किसान के पास आ गिरा. किसान ने उसे लेकर अपने खेत में रखा. वहां से आई ഖുഷി अपनी बोल देकर खुश हो जाई. അപ്പൊ ഇതിന്റെ മലയാളം നോക്കാം. ഖുഷി തന്റെ ബോളുമായി കളിക്കുകയായിരുന്നു. പെട്ടെന്ന് ബോൾ കുളത്തിൽ വീണു. വെള്ളത്തിലെ ജീവികൾ അതിനടുത്തേക്ക് വന്നു. ഒരു കൊക്കിന്റെ ചുണ്ട് ബോളിൽ കുരുങ്ങിപ്പോയി. ഒരു കുരങ്ങൻ ആ ബോൾ തട്ടിയെടുക്കാൻ തുടങ്ങി. അപ്പോൾ ആ ബോൾ ഒരു കർഷകന്റെ അടുത്ത് വന്നു വീണു. കർഷകൻ അതെടുത്ത് തന്റെ വയലിൽ വെച്ചു. അതുവഴി വന്ന ഖുഷി തന്റെ ബോൾ കണ്ട് സന്തുഷ്ടയായി. ഇതാണ് ആ ചിത്രകഥയിൽ വരുന്നത് കേട്ടോ. ചിത്രകഥ അതുകൊണ്ടാണ് ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഇവിടെ പറഞ്ഞത്. ചിത്രകഥയിൽ വരുന്നതിന്റെ ഹിന്ദിയും മലയാളവും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ്, രംഗ് പരേ ലിഖേ എന്നാണ്. കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുത്തോളൂ. അതുകൊണ്ടാണ് കളർ ഞാൻ കൊടുക്കാതിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ഈ മീനിനും ഈ ഞണ്ടിനും മരത്തിനും കൊടുക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് അതിന്റെ പേര് എഴുതണം. അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. മച്ചലി മത്സ്യം, കേക്കട ഞണ്ട്, പേട് മരം. നെക്സ്റ്റ്, ഖുഷി കോ ലക്ഷ്യ പർ പഹുഞ്ചായേ. ഖുഷീനെ ലക്ഷ്യത്തിൽ എത്തിക്കുക. ഖുഷിക്ക് എവിടേക്കാ പോകേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ, അവിടേക്ക് എത്തിക്കുക. ഖുഷിക്ക് പോകേണ്ടത് താലാബിലേക്കാണ്, ഈ കുളത്തിലേക്കാണ്. അപ്പൊ നമ്മളിങ്ങനെ വരച്ചിട്ട് ഖുഷീനെ ഈ വരയിൽ കൂടെ എവിടേക്ക് എത്തിക്കുക? ദാ ഇവിടേക്ക് എത്തിക്കുക കേട്ടോ. വരച്ച് ഞാൻ കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് വരച്ചെടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ഖുഷി ഓർ ബോൾ കഹാ ജാ രഹേ ഹേ. ഖുഷിയും ബോളും എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് അത് കണ്ടപ്പോൾ മനസ്സിലായിണ്ടാവുമല്ലോ. താലാബ് തന്നെയാണ് ആൻസർ. ഖുഷി ഓർ ബോൾ താലാബ് ജാ രഹേ ഹേ. ഖുഷിയും ബോളും കുളത്തിലേക്കാണ് പോകുന്നത്. മനസ്സിലായി എന്ന് കരുതുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ചിത്രം നോക്കിയിട്ട് എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. ഇതൊരു കുളമാണ്. യഹ് താലാബ് ഹെ. ഇനി നമുക്ക് 3 പോയിന്റ് നമ്മൾ എഴുതണം. യഹ് ക്യാ ഹെ യഹ് കോൻ ഹെ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇതിന്റെ ആൻസർ നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് നോക്കാം ഈ 3 പോയിന്റ് എന്തൊക്കെ വരുമെന്നുള്ളത് നോക്കാം. നോക്കിക്കോളൂ. യഹ് താലാബ് ഹെ. ഓക്കെ, ദെൻ എന്താ വരുന്ന? യഹ് പേട് ഹെ. ഇത് മരമാണ്. യഹ് ബന്ദർ ഹെ. ഇത് കുരങ്ങനാണ്. യഹ് ബഗുള ഹെ. ബഗുള കൊക്കാണ് കേട്ടോ. ഇത് കൊക്കാണ്. അത്രയും സംഭവങ്ങൾ നമുക്കിവിടെ കാണുന്നുണ്ട്. കൂടാതെ നമുക്കിവിടെ മീനിനെ കാണുന്നുണ്ട്, ചെടികളുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു തവള ഉണ്ട്. ഇതെല്ലാം നമുക്ക് എഴുതാം. ആകെ നമുക്ക് 3 എഴുതാനുള്ള സ്പേസേ ഉള്ളൂ. അപ്പൊ നമ്മൾ അത് കൊടുത്തു. നെക്സ്റ്റ് വരുന്നത് താലിക തേക്ക് ചിത്രക്കോ രംഗ് ദേ എന്നാണ്. ഇതിന് കളർ കൊടുക്കണം നമ്മൾ. കച്ചുവ, അതിന് നമ്മൾ കൊടുക്കേണ്ടത് എന്ത് കളറാണ്? കച്ചുവ ഈ പറയുന്ന ആമയാണ്. അതിന് നമ്മൾ ഈ കളർ കൊടുക്കുക. ദെൻ അതുപോലെ തന്നെ മച്ചലി, മേഡക്, ഫൂൽ, കൗവ എല്ലാത്തിനും കൊടുക്കണം കേട്ടോ. മീനിന് മഞ്ഞ കളർ കൊടുക്കുക, മേഡക്കിന് ഗ്രീൻ കളർ കൊടുക്കുക, ഫൂലിന് റെഡ് കൊടുക്കുക, കൗവയ്ക്ക് ബ്ലാക്ക് കൊടുക്കുക. കളറ് പറ്റുമെങ്കിൽ ഞാൻ കൊടുത്ത് കാണിച്ചു തരാം.
ആദ്യം കച്ചുവ അല്ലേ, കച്ചുവയ്ക്ക് കൊടുക്കേണ്ട കളറ് ഇതിനകത്ത് കാണാമല്ലോ. ഒരെണ്ണം ഞാൻ കൊടുത്ത് കാണിച്ചു തരാം. ഫൂലിനുള്ള കളർ മാത്രം കാണിച്ചു തരാം കേട്ടോ. ഫൂല് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ റെഡ് ഈ ഓരോ ഇതെല്ലാം കൊടുക്കുക. ഇതിൽ കളർ എനിക്ക് നേരെ കൊടുക്കാൻ പറ്റാഞ്ഞിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പൂക്കൾക്ക് റെഡ് കളർ കൊടുക്കുക കേട്ടോ. പിന്നെ നമുക്ക് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് മേടക്കിന് പച്ച കളർ കൊടുക്കാൻ പറഞ്ഞിട്ട്. മേടക്ക് തവളയാണ്. ഇതിനകത്ത് ഇതിന് എന്ത് കൊടുക്കുക നിങ്ങൾ, ഇതുപോലെ ഗ്രീൻ. നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കുക കേട്ടോ. എനിക്ക് കളർ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. നിങ്ങൾ വൃത്തിയായിട്ട് കളർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു പിക്ചറാക്കി ഇതിനെ മാറ്റുക കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കണ്ടല്ലോ, അതിൻ്റെ ചിത്രത്തിൻ്റെ മലയാളം നെയിം വേണമെങ്കിൽ പറയാം. കച്ചുവ ആമയാണ്, മച്ചലി മത്സ്യമാണ്, മേടക് തവള, ഫൂൽ പൂവാണ്, ഫ്ലവർ കൗവ കാക്ക, ബുറ എന്നുള്ള തവിട്ട് നിറം, പീല മഞ്ഞ, ഹര പച്ച, ലാൽ ചുവപ്പ്, കാല കറുപ്പ്. ഇത്രയുമാണ് ഇതിൽ വരുന്ന കളേഴ്സ്. അപ്പോൾ ഈ കളറുകളാണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ചിത്രദേക്കി ഓർ ഗാലി സ്ഥാൻ ബറേ എന്നുള്ളതാണ്. നമുക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് മാത്രം എഴുതിയാൽ മതി. ഇതിൽ ഒരു കുരങ്ങനാണ് അല്ലെ, ഒരു മങ്കിയാണ്. അപ്പോൾ ഏക് ബന്ദർ. ഇവിടെ എത്ര എണ്ണം ഉള്ളത്? 2 ആണ്. 2 എന്ന് പറഞ്ഞാൽ ദോ ആണ് കേട്ടോ. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ ഞാൻ എഴുതി കാണിച്ചു തരാം. 2 കച്ചുവയാണ്, 2 ആമകൾ. ദെൻ 3 ബഗുള, കൊച്ചി എന്ന് പറഞ്ഞാൽ ബഗുളയാണ്. 3 പറയുന്നത് തീൻ, ഇതാണ് തീൻ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് മച്ചലിയം, 4 എണ്ണം ഉണ്ട്. 4 എന്ന് പറയുന്നത് ചാറാണ്, ഇതാണ്. നെക്സ്റ്റ് വരുന്നത് 5 ഫ്ലവേഴ്സ് ആണ്. 5 എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. 5 ഫൂൽ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ എഴുതാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ എഴുതണം നിങ്ങൾ. ഏക് ബന്ദർ പറഞ്ഞ ഒരു കുരങ്ങ്, ദോ കച്ചുവെ 2 ആമകൾ, തീൻ ബഗുളെ 3 കൊക്കുകൾ, 4 മച്ചലിയം 4 മത്സ്യങ്ങൾ, 5 ഫൂൽ പറഞ്ഞ 5 പൂക്കളാണ്. കണ്ടല്ലോ, ഏക് ദോ തീൻ 4 5 നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ 5 എഴുതിക്കുന്നതിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ് കേട്ടോ. ഞാൻ കറക്റ്റ് ചെയ്ത് എഴുതി തരാം. ഇതാണ് 5 കേട്ടോ. ഈ ചാ അല്ല വരിക, ഈ ചായാണ് വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് വരുന്നത്. ഇനി നമുക്ക് ലാസ്റ്റ് എക്സസൈസ് നോക്കാം. പജാനി ഗംബ ബറേ. ഈ ചാ വെച്ചിട്ട് വരുന്നത് വേർഡ്സ് കണ്ടുപിടിച്ച് എഴുതാൻ മാത്രമേ ഉള്ളൂ. ചാ ചിടിയ. അടുത്തത് കാ വരുന്നത് എന്താണ്? നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, കലിയ, മുട്ടുകൾ. അടുത്തത് താ വരുന്നത് എന്താണ്? താ വരുന്നത് തിൻക. തിൻക പൊടിയൊക്കെയാണ് കേട്ടോ മീനിങ്. നെക്സ്റ്റ് റാ ആണ്, രാത്ത്. അടുത്തത് സാ ആണ്, സാ എന്ന് പറഞ്ഞ സുബഹ്. പിന്നെ പാ ആണ്, പാ വരുന്നത് പേട്. നെക്സ്റ്റ് ഗാ ആണ്, ഗാ എന്ന് പറഞ്ഞ ഗർ. അതുപോലെ തന്നെ ഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഷി. നെക്സ്റ്റ് ദാ ആണ്, ദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധൂപ്പ്, വെയിൽ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിൽ വരിക. ഇതെങ്ങനെ എഴുതാൻ നിങ്ങളൊന്നും കാണിച്ചു തരാം. ഇതുപോലെ എഴുതുക. ചാ ചിടിയ പക്ഷി, കാ കലിയാം പൂമൊട്ട്, ത തിൻക പൊടിയുന്നുണ്ട്, പുൽനാമ്പെന്നുണ്ട് കേട്ടോ, പുൽനാമ്പ്. രാത്ത് രാത്രി, സാ വരുന്നത് സുബഹ് രാവിലെ, പാ പറയുന്നത് പേട് മരം, ഗ ഗർ വീട്. പിന്നെ ഈ ഗ വരുന്നത് ഖുഷി സന്തോഷം. നെക്സ്റ്റ് ധൂപ്പ് വെയിൽ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ വിചിത്രജി എന്ന് പറയുന്ന യൂണിറ്റ് 2 ചാപ്റ്റർ വരുന്നത്. നമ്മളിത് ഫുള്ളായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.